കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ അമൃത് ഭാരത് പദ്ധതി പ്രകാരം നടത്തുന്ന നവീകരണ പ്രവർത്തനം വരുന്ന വർഷം മാർച്ച് 31-ന് പൂർത്തിയാക്കാമെന്ന് ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജറുടെ ഉറപ്പ്. KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശത്തെ തുടർന്ന് കായംകുളം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് പ്രവർത്തനം വിലയിരുത്തിയ ശേഷമാണ് ഉറപ്പ് നൽകിയത്. KC വേണുഗോപാൽ MPയുടെ നിർദ്ദേശപ്രകാരം ദക്ഷിണ റെയിൽവേ ജനറൽ മാനേജർ കായംകുളം റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ചു. അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്താനാണ് ജനറൽ മാനേജർ സന്ദർശനം നടത്തിയത്. എറണാകുളം സൗത്ത്, ചങ്ങനാശ്ശേരി, കൊച്ചുവേളി ഉൾപ്പെടെ 6 റെയിൽവേ സ്റ്റേഷനുകൾ സന്ദർശിക്കാനായിരുന്നു ജനറൽ മാനേജർ നിശ്ചയിച്ചിരുന്നത്. എന്നാൽ കായംകുളം റെയിൽവേ സ്റ്റേഷനിൽ കഴിഞ്ഞ 1.5 മാസമായി നിർമ്മാണ പ്രവർത്തനങ്ങളിൽ യാതൊരു പുരോഗതിയും ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിൽ നിർബന്ധമായും റെയിൽവേ സ്റ്റേഷൻ സന്ദർശിച്ച് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കാൻ നിർദ്ദേശം നൽകണമെന്ന് KC വേണുഗോപാൽ MP ആവശ്യപ്പെട്ടിരുന്നു. ഇതിനെ തുടർന്നാണ് ജനറൽ മാനേജറുടെ സന്ദർശന പട്ടികയിൽ കായംകുളം റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടുത്തിയത്. അമൃത് ഭാരത് പദ്ധതി പ്രകാരം കാറ്റഗറി 3-ൽ ഉൾപ്പെടുന്ന കായംകുളത്ത് നിർമ്മാണം തുടങ്ങി 1 വർഷത്തിലേറെയായിട്ടും കാര്യമായ പുരോഗതി ഉണ്ടായില്ല. കോട്ടയം ആലപ്പുഴ പാതകളെ ബന്ധിപ്പിക്കുന്ന ജംഗ്ഷൻ സ്റ്റേഷൻ എന്ന നിലയിൽ കായംകുളത്ത് വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിൽ കാലതാമസം വരുന്നത് അംഗീകരിക്കാനാവില്ലെന്ന് KC വേണുഗോപാൽ MP പറഞ്ഞിരുന്നു. 30% സ്ഥലങ്ങളിൽ പ്ലാറ്റ്ഫോമിൽ മേൽക്കൂരയില്ല. പുതിയ ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിനായി പ്രാഥമിക നടപടികൾ ആരംഭിച്ചെങ്കിലും പാതിവഴിയിൽ നിലച്ചു. ക്ലോക്ക് റൂം, കാത്തിരിപ്പ് മുറി, അപ്രോച്ച് റോഡ്, പാർക്കിംഗ്, സർക്കുലേറ്റിംഗ് ഏരിയ തുടങ്ങിയവയുടെ നവീകരണത്തിനും നിർമ്മാണത്തിനും പുരോഗതിയില്ലെന്നത് ചൂണ്ടിക്കാട്ടി KC വേണുഗോപാൽ MP ജനറൽ മാനേജർക്ക് നിവേദനവും നൽകിയിരുന്നു. വൈകുന്നേരം 5 മണിയോടെ സ്റ്റേഷൻ സന്ദർശിച്ച ജനറൽ മാനേജർ ഉദ്യോഗസ്ഥരോട് നിർമ്മാണ പ്രവർത്തനങ്ങളുടെ കാലതാമസത്തിന്റെ കാരണം ആരാഞ്ഞു. അമൃത് ഭാരത് പദ്ധതി പ്രകാരമുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളുടെ പുരോഗതി വിലയിരുത്തിയ അദ്ദേഹം മാർച്ച് 31-നകം ഇപ്പോൾ നടത്തിവരുന്ന എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയാക്കുമെന്ന് ഉറപ്പ് നൽകി. ഫുട് ഓവർ ബ്രിഡ്ജിന്റെ നിർമ്മാണത്തിന് ചുരുങ്ങിയത് 8 മാസം എടുക്കുമെന്നതിനാൽ അതിന്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിക്കാൻ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തു. So we have reviewed the various developmental works going on at Kayankulam, and we are adding one new foot over bridge 6 meter wide, about 80 meter away from the existing one. We are providing escalators and lifts, and also we are tripling 3 times the number of platform shelters. Then we are improving the parking area, circulating area, and we are also improving the facade beautification, and we are also considering to provide a multi-brand food stalls, and Prime Minister Ayushman, this medical shops, and then we are also, as you can see, improving the platform shelters, beautifying it, and they have raised the issue of shortage of water supply. So we are going to get the new water supply line laid, connecting the municipal water supply, and then next 2 months you will have that connection. So that problem of water supply will also be resolved. So all these works will be completed before 31st of March. Regarding Vande Bharat stop, I have told them that it is within the purview of Ministry of Railway, so that issue needs to be taken up at that level. ശുദ്ധജല ലഭ്യത ഉറപ്പാക്കാൻ നഗരസഭയുടെ പൈപ്പ് ലൈനുമായി ബന്ധപ്പെടുത്തി പുതിയ പൈപ്പ് ലൈൻ സ്ഥാപിക്കും. ഇതോടൊപ്പം 5 വാട്ടർ കൂളറുകളും സ്ഥാപിക്കുന്നുണ്ട്. യാത്രക്കാർക്കുള്ള സൗകര്യം വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായി പ്ലാറ്റ്ഫോം മേൽക്കൂര പൂർത്തിയാക്കും. മെഡിക്കൽ സ്റ്റോർ, വിവിധ ബ്രാൻഡുകളുടെ ഫുഡ് സ്റ്റാളുകൾ എന്നിവ പുതിയതായി അനുവദിക്കുമെന്നും ജനറൽ മാനേജർ പറഞ്ഞു. സ്റ്റേഷൻ കവാടം നവീകരിച്ച് സൗന്ദര്യവൽക്കരണം പൂർത്തിയാക്കുമെന്നും ജനറൽ മാനേജർ അറിയിച്ചു. ക്ലോക്ക് റൂം, കാത്തിരിപ്പ് മുറി, അപ്രോച്ച് റോഡ്, പാർക്കിംഗ്, സർക്കുലേറ്റിംഗ് ഏരിയ തുടങ്ങിയ നിർമ്മാണ പ്രവർത്തനങ്ങളും സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും ജനറൽ മാനേജർ ഉറപ്പ് നൽകി. CDNet ന്യൂസ്, കായംകുളം.